തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജിമ്മി സൈലസ്, സൊഹാർ, ഒമാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായിരിക്കുന്ന നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ പ്രത്യേകമായിട്ട് കൊലോസ്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളുടെ ക്രിസ്തു യേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു യേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനാഡിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വിശ്വാസം പ്രാരംഭമായിട്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ആ വേളയിലാണ്. നാം റോമാലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നാം അത് വായിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും. അപ്പം ആദ്യം നടക്കുന്നത് വിശ്വാസമാണ്. പിന്നീട് അത് ഉടനീളം അവൻ നിത്യതയോളം അവനെ അത് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു യേശുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് ധൈര്യമായിട്ടും വിജയകരമായിട്ടും അവന്റെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ കാലയളവിൽ അനേകരുടെ ക്രിസ്തീയ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന കാരണം, അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ ക്രിസ്തു യേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസം തണുത്തു പോകുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവാറുണ്ട്. നാം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവിടെ നടന്ന ഒരു സംഭവം നമുക്ക് ഇങ്ങനെ അറിയാം. അത് മത്തായി സുവിശേഷം 14 അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഞാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആ ഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകു കയറി അക്കരെ ബെത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. കർത്താവ് മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ടും പോയി. ഈ സംഭവം നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം 12 കൊട്ട നിറച്ചതായിട്ട് നമുക്ക് തൊട്ട് മുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ നാം വായിക്കുന്നത്: കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ട്. കർത്താവായ യേശു ക്രിസ്തു അത് കണ്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ, വളരെ പ്രതികൂലമായിരിക്കുന്ന ഒരു യാത്ര പോകുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തണ്ട് വലിച്ചു വലഞ്ഞ് വളരെ പ്രയാസപ്പെടുന്നതായിരിക്കുന്ന ആ ഒരു കാഴ്ച. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിൽ മീതെ നടന്ന് അവരുടെ ഇടക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ഭൂതമെന്ന് അവർ നിലവിളിച്ചു. ഇവിടെ ശിഷ്യന്മാര് നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ അവര് തൊട്ടു മുന്നേ അവര് വലിയൊരു അത്ഭുതം കണ്ടു. അതുമാത്രമല്ല,
മുന്നേ ചെയ്തായിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ അവര് നടന്നു ജീവിച്ച് പോരുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അവിടെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂതം എന്ന് നിരൂപിച്ച് അവര് നിലവിളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് തിരിച്ചറിയാത്ത ഒരു നിലയിലേക്ക് അവരെത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി കടലിന്റെ മീതെ ഇങ്ങനെ നടന്നു വരുന്നതായിരിക്കുന്ന ഒരു കാഴ്ച അവര് കാണുന്നത്. ഒരു പക്ഷെ അവര് മറന്നുപോയി, ഇത് സാധിക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ അവര് ഇതുവരെയും അവര് സേവിച്ച് നടന്ന അവരുടെ കർത്താവാണെന്ന് ഒരു നിമിഷം അവർ മറന്നുപോയ ഒരു അവസ്ഥ. എത്രയോ ദയനീയമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവരവിടെ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ പിന്നീട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, അവരുടെ ഹൃദയം കടുത്തിരിക്കുക കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന 52-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്തതായിരിക്കുന്ന വലിയ ഉപകാരത്തെ അവർ മറക്കുന്ന ഒരു അവസ്ഥ. ഒരു വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും പഴയത് മറന്നു പോകുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ. പരാതികൾ അവർ മറന്നു പോകുന്നതായിരിക്കുന്ന ഒരവസ്ഥ. നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നത് അവര് തണ്ട് വലിച്ച് വലയുന്നത് കർത്താവ് കണ്ടു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കർത്താവിന്റെ അറിവോടുകൂടെയാണ് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പ്രിയതമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായിട്ട് അനേക കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പ്രതിസന്ധികൾ, പ്രയാസങ്ങളിലൂടെ എങ്ങനെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ ശക്തി കൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ നേരിടുവാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മളെ ശക്തനാക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. പൗലോസ് പറയുന്നതല്ലേ, എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാത്തിനും മതിയായവനാകുന്നു എന്നാണ്. അതായത് നമ്മളെ ശക്തനാക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. ഈ ശിഷ്യന്മാര് പരാജയപ്പെട്ടതുപോലെ തന്നെയാണ് അനേകരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ, അവന്റെ ശക്തിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ. അവരുടെ പ്രയാസങ്ങൾ ദൈവത്തോട് പറയാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു അവസ്ഥ. പ്രിയദൈവമക്കളെ, വരും കാലങ്ങളിൽ ഈ കൊലോസ്യരെ പോലെ ക്രിസ്തു യേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തിൽ കർത്താവാണ് എല്ലാത്തിനും മതിയായവൻ. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും എൻ്റെ കർത്താവാണ് എന്നെ നയിക്കുവാൻ കഴിവുള്ളവൻ, എന്നെ നടത്തുവാൻ കഴിവുള്ളവൻ എന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധിയും പുഞ്ചിരിയോടുകൂടെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും. അത് നേരിടുവാനുള്ള കൃപ അല്ലെങ്കിൽ അത് നേരിടുവാനുള്ളതായിരിക്കുന്ന ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അവനിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ, യേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കാം. അതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്താം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായിരിക്കുന്ന നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാം. ആനന്ദമേ ജീവിതം